ഹലോ, വെൽക്കം ഓൾ. നമ്മൾ ഇന്ന് അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ആയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളിൽ തന്നെ ഓൾറെഡി അക്കൗണ്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, അല്ലെങ്കിൽ വേറെ ഫീൽഡിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ ഇനി അക്കൗണ്ടിങ് ഫീൽഡിലോട്ട് അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് മാറണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടാവും. ഓക്കെ, അതായത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ജസ്റ്റ് +2 കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ +1 +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കൊമേഴ്സ് എടുത്തിട്ടുള്ള ആളുകളുണ്ടാവും, അല്ലാണ്ട് നോൺ കൊമേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും അല്ലേ. ഇപ്പോൾ സയൻസ് എടുത്തിട്ടുള്ള ആളുകളുണ്ടാവും, ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഓക്കെ ആവുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും ആപ്റ്റ് ആവുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും നമ്മളിത് ഉണ്ടാവുക. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കൊമേഴ്സ് ആയിട്ടുള്ള ഒരു കുട്ടി പഠിക്കുന്ന പോലെ തന്നെ നമ്മൾ ബേസ് മുതൽ എന്ത് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വെറുതെ നമ്മൾ റൂൾസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുക എന്നുള്ളതിലുപരി അതെങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഒരു ബിസിനസ്സിൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ആദ്യം അക്കൗണ്ടിങ് എന്നുള്ളത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ഇൻസ്ട്രക്ഷൻസ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, ഒരു നോട്ടും ഒരു പെന്നും സ്വന്തമായിട്ട് കരുതുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒരു ലെക്ചർ നോട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തന്നെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും. മീൻസ് ഈ PPT കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ അതല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പിന്നീട് റെഫറൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളൊരു ലെക്ചർ നോട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു നോട്ടും പെന്നും നിങ്ങളുടെ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു SSLC കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഈ പറയുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി അക്കൗണ്ടിങ് നോളജ് ഉള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ അറിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഒരു സ്റ്റുഡൻറ്റ്, ഒരു ഫ്രഷ് സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ വേണം നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. അതായത് നിങ്ങൾക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഫ്രഷ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം. ഓക്കെ, അതിലുള്ള നോട്ട്സ് കാര്യങ്ങൾ നമ്മൾ തരും. നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കണക്ട് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മനസ്സിലുണ്ടാവുക. ഒന്ന്, നോട്ടും ഒരു പെന്നും നിങ്ങളുടെ കയ്യിലുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളൊരു ബ്ലാങ്ക് പേപ്പർ എന്നുള്ള രീതിയിൽ, മീൻസ് നിങ്ങൾക്കൊന്നും അറിയില്ല, ഒരു നോളജും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലാസ്സിലിരിക്കണം. ഓക്കെ, ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അപ്പോൾ നമ്മൾ എന്താണ് അക്കൗണ്ടിങ്, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. വാട്ട് ഈസ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. പല ആളുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലും അവർ ആൻസർ പറയൂലേ. ഓക്കെ, ബിസിനസ്സിൻ്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഓക്കെ, അതായത് നമ്മളെ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് അതിൽ നമ്മുടെ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊക്കെ അറിയാം. അതാണ് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. നമുക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് വരാം, ആ ഭാഗത്തോട്ടൊക്കെ വരാം. അപ്പോൾ എന്താണ് ആക്ച്വലി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? ഓക്കെ, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന വരവ് ചെലവുകൾ, ഓക്കെ, അതായത് എക്സ്പെൻസസും ഇൻകവും നമ്മൾ എന്ത് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് ലാഭത്തിലാണോ അല്ലെങ്കിൽ നഷ്ടത്തിലാണോ എന്നുള്ളത് നോക്കുന്നതാണെന്ത്, ഈ പറയുന്ന അക്കൗണ്ടിങ് എന്ന് പറയാം. അപ്പോൾ ഒരു അക്കൗണ്ടന്റ്, ഇപ്പോൾ ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ ഞാനൊരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം നടത്തുന്നുണ്ടെന്ന് കരുതാം. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ കയ്യിൽ നിന്ന് ഫീസ് കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, അതുപോലെ മാർക്കറ്റിംഗ് എക്സ്പെൻസ്, ഇങ്ങനെ ഒരുപാട് ചിലവുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് എന്താണ്, കുട്ടികളുടെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്യുന്ന ഫീസാണ് അല്ലേ. ഞാൻ കളക്ട് ചെയ്യുന്ന ഫീസാണ്. അതുപോലെ തന്നെ എനിക്ക് വരുന്ന ചിലവുകൾ എന്താ, മാർക്കറ്റിംഗ് ചെയ്യാനുള്ള എക്സ്പെൻസസ്, അതുപോലെ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, ഇങ്ങനെയുള്ള ചിലവുകൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി എന്താ? അപ്പോൾ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ഒരു അക്കൗണ്ടന്റിനെ വെച്ച് കഴിഞ്ഞാൽ ആളുടെ ഡ്യൂട്ടി എന്തായിരിക്കും, ഞാൻ ഈ ഒരു കോഴ്സ് നടത്തിയിട്ട് അതിലൂടെ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫീസാണ് എൻ്റെ വരുമാനം അല്ലേ. മീൻസ് എൻ്റെ ബിസിനസ്സിൻ്റെ വരുമാനം എന്ന് പറയുന്നതാണ്. അപ്പോൾ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യണം, ഈ വരുമാനം റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഇൻകം അല്ലെങ്കിൽ വരുമാനം എന്ന് പറയാം. അതായത് ഈ ഒരു അക്കാദമിക് അല്ലെങ്കിൽ ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ പറയുന്ന ഫീസ് ആണെന്ത്, വരുമാനം എന്ന് പറയാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഈ ഒരു അക്കൗണ്ടന്റിനെ ഞാൻ വെക്കുകയാണെങ്കിൽ ആൾക്ക് സാലറി കൊടുക്കണം
അതുപോലെ എൻ്റെ സ്ഥാപനത്തിൽ വേറെ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ സാലറി കൊടുക്കണം. അതുപോലെ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, കറണ്ട് ബില്ല് വരൂലേ, അത് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഈ ഒരു കോഴ്സ് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് വരും അല്ലേ. അങ്ങനെ എൻ്റെ ബിസിനസ്സിൽ വരുന്ന ഈ ഒരു എക്സ്പെൻസസ് ഫുൾ എന്ത് ചെയ്യണം, എൻ്റെ അക്കൗണ്ടന്റ് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഈ അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി എന്താ, എൻ്റെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് മീൻസ് എൻ്റെ ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ റെക്കോർഡ് ചെയ്യുക. ദെൻ അതിൽ വരുമാനവും ചെലവും ഉണ്ടാവും. ഈ വരുമാനം എൻ്റെ ബിസിനസ്സിൽ നടക്കുന്ന വരുമാനം അതുപോലെ തന്നെ എൻ്റെ ബിസിനസ്സിൽ നടക്കുന്ന ചെലവുകളും എന്ത് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്തിട്ട് എൻ്റെ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളത് കണക്കാക്കിയിട്ട് എനിക്ക് ആ റിപ്പോർട്ട് തരുന്നതിനെയാണ് എന്ത് പറയാം, അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഞാൻ വെക്കുന്ന അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി ഇതാണ്. എൻ്റെ ഫീസ് ഞാൻ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫീസ് എന്ന് പറയുന്ന എൻ്റെ ഇൻകം, അതുപോലെ തന്നെ എനിക്ക് വരുന്ന ചെലവുകളും നോക്കിയിട്ട് വരുമാനത്തുനിന്ന് ചെലവ് കുറച്ചിട്ട് ബാക്കി വരുന്നത് എന്താണോ അതാണ് എൻ്റെ ലാഭം അല്ലേ. എനിക്കിപ്പോൾ 1 ലക്ഷം ഞാൻ ഫീസ് കളക്ട് ചെയ്തു, എനിക്കതിൽ ഒരു 40,000 രൂപ ചെലവ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ലാഭം എത്രയാ, 1 ലക്ഷം മൈനസ് 40,000 എത്രയാ, 60,000 ആണ് എൻ്റെ ബിസിനസിന്റെ ലാഭം. ഇതാണ് ഒരു അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ വേറെയും കാര്യങ്ങൾ വരുന്നുണ്ട്. സോ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു അക്കൗണ്ടന്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ഒരു ബിസിനസ്സിൽ നടക്കുന്ന എക്സ്പെൻസസും ഇൻകവും റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അത് നമ്മുടെ ഓണേഴ്സിനും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് അതിലോട്ട് വരാം, നമ്മുടെ ഡെഫിനിഷനും കാര്യങ്ങളിലോട്ടൊക്കെ വരികയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന അക്കൗണ്ടിങ്ങിൽ വരുന്നുണ്ടാവുക? ഓക്കെ, അതായത് അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു ഒരു ലാംഗ്വേജ് ഓഫ് ബിസിനസ് ആണ്, നമ്മുടെ ബിസിനസിന്റെ ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു അല്ലേ. ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെ കാണിക്കുന്നത് എന്തിലാണ്, അക്കൗണ്ട്സിലാണ്. നമ്മുടെ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നുള്ളതൊക്കെ നോക്കുന്നത് എന്താണ്, അക്കൗണ്ടിങ് ത്രൂ ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ ചെയ്യുന്നത്, ഹെൽപ്പ് ഇൻ റെക്കോർഡിംഗ്, സമ്മറൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ. നമ്മൾ ആരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും, ഒരു +2 കഴിഞ്ഞ ഒരാളോട് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാളോട് ചോദിക്കുകയാണ് എന്താണ് അക്കൗണ്ടിങ്, അവർ പറയുന്ന കാര്യം എന്താ, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി പഠിച്ച കാര്യങ്ങളത് അല്ലേ. അപ്പോൾ നമ്മൾ മാർക്ക് കിട്ടുക എന്നുള്ളത് മാത്രമല്ല ആണോ ഇതിൻ്റെ ഉദ്ദേശം, നമ്മൾ +2 വരെ അല്ലെങ്കിൽ ഡിഗ്രി വരെ നമ്മളെ ഉദ്ദേശം അതായിരുന്നു, മാർക്ക് കിട്ടുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മളൊരു കരിയറിലോട്ട് വരുമ്പോൾ, ഒരു +2 കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ ഒരാൾ അല്ലെങ്കിൽ ഓൾറെഡി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആള് ഒരു കരിയറിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് കരിയറിലോട്ട് വരുമ്പോൾ ഈ ഡെഫിനിഷൻ ഒന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. എന്താണ് നമ്മൾ അതിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആയിട്ടുള്ള നമ്മൾ എന്താണ് നമ്മുടെ ഡ്യൂട്ടി, അതാണ് നമ്മൾ അറിയേണ്ടത് അല്ലേ. അപ്പോൾ ആളുടെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് നമ്മൾ ആ രീതിയിലോട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു കഫേ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കഫേയിൽ ഇപ്പോൾ ഒരു അക്കൗണ്ടന്റിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി എന്തായിരിക്കും, നമുക്കറിയാം. കഫേയിൽ നടക്കുന്ന സെയിൽസ് അല്ലെങ്കിൽ കഫേയിൽ എന്തായിരിക്കും നടക്കുക, അവിടെ നമ്മൾ കോഫി സെയിൽ ചെയ്യും, ടീ സെയിൽ ചെയ്യും, അതുപോലെ സ്നാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വിൽക്കും അല്ലേ. അതാണ് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മുടെ റവന്യൂ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ വരുമാനം ഉണ്ടാവുക. നമുക്ക് അതുപോലെ തന്നെ അവിടെ നമുക്ക് കുറേ ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരും അല്ലേ. അപ്പോൾ നമ്മളൊരു അക്കൗണ്ടന്റിനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ആ അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി എന്തായിരിക്കും, അവിടെ നമ്മൾ സെയിൽ ചെയ്യുന്ന ടീയുടെ അതിലൂടെ നമുക്ക് വരുന്ന വരുമാനം, കോഫി അതിലൂടെ നമുക്ക് വരുന്ന വരുമാനം, അതുപോലെ നമ്മൾ സ്നാക്സ് വിറ്റ് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് വരുന്ന വരുമാനം അല്ലേ. ഈ വരുമാനം റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്, അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഇലക്ട്രിസിറ്റി എക്സ്പെൻസ്, അതുപോലെ നമുക്ക് സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ സ്റ്റാഫിന് നമ്മൾ സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസസ് അല്ലേ, ഇതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു മാസം എൻഡ് ആകുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു വർഷം കഴിയുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമുക്ക് ഇത്ര കോഫി ടീ സ്നാക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ സെയിൽ ചെയ്തു, ദെൻ അതിന് നമുക്ക് ഇത്ര ചിലവ് വന്നു, ഇലക്ട്രിസിറ്റിയും സാലറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്ര ചിലവ് വന്നു. അങ്ങനെ നമ്മുടെ വരുമാനത്തിൽ നമ്മൾ ചിലവ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ ലാഭം അല്ലേ, നമ്മുടെ പ്രോഫിറ്റ്. സോ ഈ പ്രോഫിറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ ഈ കഫേയിൽ ഒരു അക്കൗണ്ടന്റിനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളത് മനസ്സിലാക്കാൻ മാത്രം മതിയോ, അതാണോ ഒരു അക്കൗണ്ടന്റിന്റെ പണി, അല്ലെങ്കിൽ അത് മാത്രമാണോ? അല്ല അല്ലേ. ഇപ്പോൾ ഒരു ലാഭം എത്രയാണ് അല്ലെങ്കിൽ നഷ്ടം എത്രയാണ് എന്നുള്ളത് അക്കൗണ്ടന്റ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അത് ഓണറായിട്ടുള്ള എന്നെ അറിയിക്കണം. ഓക്കെ, ഓണറായിട്ടുള്ള എന്നെ അറിയിക്കണം, ഇത്രയാണ് നമ്മുടെ ലാഭം എന്നുള്ളത് അറിയിക്കണം. അതും ഈ ഒരു അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. ഇനി നമുക്ക് നോർമലി എന്താണ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ, നമുക്ക് AICPA ഡിഫൈൻ ചെയ്യുന്ന ഒരു
ഡെഫിനിഷൻ ഉണ്ട്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the result thereof. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനു മുമ്പ് നമ്മളൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് ആ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നടക്കുന്ന കാര്യം എന്താണ്? ഫസ്റ്റ് നടക്കുന്നത് റെക്കോർഡിംഗ് ആണ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആർട്ടാണ്, സയൻസ് ആണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ആർട്ടാണെന്ന് പറയാനുള്ള കാര്യം? ആർട്ടാകുമ്പോൾ നമുക്ക് അതിനൊരു സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം അല്ലേ? ഒരു ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആർട്ട് എന്ന് പറയുമ്പോൾ ഒരു കല അല്ലേ? അപ്പോൾ ഒരു കല അല്ലെങ്കിൽ ഒരു ഡാൻസ് കളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം, ആ ഒരു ഡാൻസ് കളിക്കാനുള്ള സ്കില്ല് വേണം അല്ലേ? അതേപോലെ തന്നെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ചെയ്യാനുള്ളൊരു സ്കില്ല് നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് നമ്മൾ സയൻസ് ആണെന്നുള്ളതും പറയാറുണ്ട് അല്ലേ? അതായത് സയൻസിൻ്റെ ഒരു പ്രത്യേകത എന്താ? എന്തെങ്കിലും ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്തുണ്ടാവും? അല്ലെങ്കിൽ ഒരു ലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രൂഫ് ഉണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഒരു എവിഡൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ സയൻസ് എന്ന് പറയാം. അപ്പോൾ അക്കൗണ്ടിങ് എങ്ങനെ ഒരു സയൻസ് ആവാം? അക്കൗണ്ടിങ് എങ്ങനെ ഒരു സയൻസ് ആവാം? സയൻസ് ആണ്. കാരണം നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇടപാട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവും? ഒരു പ്രൂഫ് ഉണ്ടാവും, ഒരു തെളിവുണ്ടാവും. അതിന് നമ്മൾ ബില്ല് എന്നൊക്കെ പറയും അല്ലേ? നമ്മളൊരു സാധനം വിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇമേജ് മൊബൈൽസിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു മൈജിയിൽ പോയിട്ട് നമ്മളൊരു മൊബൈൽ വാങ്ങുകയാണ്. മൊബൈൽ വാങ്ങുമ്പോൾ നമുക്കൊരു ബില്ല് തരും അല്ലേ? അതാണ് എവിഡൻസ്. ആ ഒരു ഇടപാട് നടന്നു എന്നുള്ളതിൻ്റെ എവിഡൻസ് ആണ് ആ ബില്ല്. മനസ്സിലായോ? അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ആർട്ടും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അതൊരു സയൻസും ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൽ നടക്കുന്ന പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക. ക്ലാസിഫൈ എന്ന് പറയുമ്പോൾ തരംതിരിക്കുക, ദെൻ അതുപോലെ തന്നെ സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് 3 സ്റ്റെപ്പ് എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിൻ്റെ 3 സ്റ്റെപ്പുകൾ. അപ്പം എങ്ങനെയാണ് റെക്കോർഡിങ്? ഇപ്പോൾ നമ്മൾ ഒരു ഹൈപ്പർ മാർക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെയായിരിക്കും റെക്കോർഡ് ചെയ്യേണ്ടി വരിക? അതായത് നമ്മൾ റെക്കോർഡിംഗ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക? ഒരു ഹൈപ്പർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മൾ ഒരുപാട് ഐറ്റംസ് ഡീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? ഡ്രസ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഉണ്ടാവും, ദെൻ അതിൽ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടാവും അല്ലേ? അതുപോലെ നമുക്ക് ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടാവും, നമ്മൾ ഫാഷൻ ഐറ്റംസ് ഉണ്ടാവും അല്ലേ? ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ വിൽക്കുക. ഇതാണ് നമ്മുടെ ആ ബിസിനസ്സിൽ നടക്കുന്ന ഒരു കാര്യം അല്ലേ? വിൽപ്പന നടക്കുന്നുണ്ടാവും. അതിന് നമ്മൾ സെയിൽ എന്ന് പറയും. നമ്മൾ ഈ പറയുന്ന വെജിറ്റബിൾസും സ്നാക്സും അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഡ്രസ്സുകളോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിൽക്കുമ്പോൾ അതിന് നമ്മൾ സെയിൽ എന്ന് പറയും. അത് ആ ബിസിനസ്സിൽ നടക്കുന്ന ഒരു ഇടപാടാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ സാധനങ്ങൾ വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത് വാങ്ങണ്ടേ? നമ്മൾ വേറെ ഏതെങ്കിലും ഒരു വലിയൊരു കമ്പനിയിൽ നിന്ന് നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങണം. അതിന് നമ്മൾ പർച്ചേസ് എന്ന് പറയും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ ആ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ആ ഒരു ഹൈപ്പർ മാർക്കറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലേ? അവിടെ സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പോൾ ആ സ്റ്റാഫുകൾക്ക് നമ്മൾ സാലറി കൊടുക്കണ്ടേ? ചിലവാണത് അല്ലേ? സാലറി കൊടുക്കുക എന്നുള്ള ചിലവാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പോൾ നമ്മൾ മന്ത്ലി കറണ്ട് ബില്ല് അടക്കേണ്ടി വരും അല്ലെ? ഇലക്ട്രിസിറ്റി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ നമുക്ക് മാർക്കറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് കറണ്ടിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, നമ്മളത് റിപ്പയർ ചെയ്യേണ്ടി വരും അല്ലേ? അതുപോലെ നമ്മൾ വീട്ടിലേക്കൊക്കെ നമ്മൾ ഡെലിവറി ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെലിവറി വാന് അതിനുള്ള ചാർജ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് എക്സ്പെൻസസ് വരും. അപ്പോൾ ഈ എക്സ്പെൻസസ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് ഇരിക്കുന്ന നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യം റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പകരം മോണിറ്ററി വാല്യൂവിൽ, അതായത് പണസംബന്ധമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അതാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത. പണസംബന്ധമായ കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പണസംബന്ധമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു സാധനം നമ്മുടെ ബിസിനസ് ഇപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് എടുത്തു. ഹൈപ്പർ മാർക്കറ്റിൽ ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ നമുക്കതിന് ക്യാഷ് കിട്ടും അല്ലേ? അത് പണസംബന്ധമായ കാര്യമാണ്. നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് ഒരു സാധനം വാങ്ങി പർച്ചേസ് ചെയ്തു, പൈസ കൊടുക്കണം അല്ലേ? പണസംബന്ധമായ കാര്യമാണ്. ഇലക്ട്രിസിറ്റി ബില്ല് പേയ്മെൻറ്റ് ചെയ്തു, പണസംബന്ധമായ കാര്യമാണ്. റെൻറ്റ് പേയ്മെൻറ്റ് ചെയ്തു, പണസംബന്ധമായ കാര്യമാണ് അല്ലേ? നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുത്തു, പണസംബന്ധമായ കാര്യമാണ് അല്ലേ? അപ്പം ഇങ്ങനെ പണസംബന്ധമായ അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂവിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക?
ടാലിയിൽ അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ? ആ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ആണ് ഫസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്, മോണിറ്ററി വാല്യൂവിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ പർച്ചേസ് ഉണ്ടാവും, സെയിൽ ഉണ്ടാവും, റെസിപ്റ്റ്, പേയ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അക്കൗണ്ടിങ്. ദെൻ രണ്ടാമതായിട്ട് ആ ഒരു റെക്കോർഡ് ചെയ്യുന്നതിന് നമ്മൾ ജേർണലൈസ് ചെയ്യുക എന്ന് പറയും. ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ജേർണൽ എൻട്രി പാസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറയും. ഓക്കെ, റെക്കോർഡിങ്ങിനെയാണ് നമ്മൾ ജേർണൽ എന്ന് പറയാം. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, ജേർണൽ എന്ന് പറയാം. ദെൻ രണ്ടാമതായിട്ട് വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പാണ് ക്ലാസിഫൈയിങ്. നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെ നമ്മൾ തരംതിരിക്കണം. തരംതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളോട് എന്ത് ചെയ്യാണ്, നമ്മുടെ മാനേജർ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടർ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ മാസം എത്ര സെയിൽ ഉണ്ടായി, അല്ലെങ്കിൽ കഴിഞ്ഞ വീക്ക് അവിടെ എത്ര സെയിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ മാസം നമ്മൾ എത്ര പർച്ചേസ് നടത്തി, ഈ മാസം എത്ര ഇലക്ട്രിസിറ്റി ബില്ല് വന്നു, അല്ലെങ്കിൽ ഈ മാസം നമ്മൾ എത്ര റെൻറ്റ് കൊടുത്തു, സാലറി എംപ്ലോയീസിനൊക്കെ സാലറി എത്ര കൊടുത്തു എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താൽ മാത്രം മതിയോ? ഇതിനെ ക്ലാസിഫൈ ചെയ്യണം. അതായത് ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നൊരു അക്കൗണ്ട്, സാലറി എന്ന് പറയുന്നൊരു അക്കൗണ്ട്, പർച്ചേസ് എന്ന് പറയുന്നൊരു അക്കൗണ്ട്, സെയിൽ എന്ന് പറയുന്നൊരു അക്കൗണ്ട്, അങ്ങനെ ഓരോന്നിനും ഓരോ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഓരോന്നിനെയും ഓരോ ഹെഡുകളാക്കി മാറ്റണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ക്ലാസിഫൈയിങ് എന്ന് പറയാം. എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ തരംതിരിക്കുക, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത്. ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് തീർന്നോ? നമ്മൾ റെക്കോർഡ് ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് തീരില്ല. ഈ ക്ലാസിഫൈങ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലെഡ്ജർ എന്ന് പറയാം. റെക്കോർഡിങ്ങിനെ നമ്മൾ ജേർണൽ എന്ന് പറഞ്ഞു, ക്ലാസിഫൈ ചെയ്യുന്നതിന് നമ്മൾ ലെഡ്ജർ എന്ന് പറഞ്ഞു. ആൻഡ് സമ്മറൈസിങ്. സമ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചുരുക്കുക, സമ്മറി ആക്കുക അല്ലെ, ചുരുക്കുക എന്നുള്ള മീനിങ് ആണ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു എന്ത്, സെയിൽസിന് ഒരു അക്കൗണ്ട്, പർച്ചേസിന് ഒരു അക്കൗണ്ട്, എക്സ്പെൻസിന് ഒരു അക്കൗണ്ട്, അതായത് ഇലക്ട്രിസിറ്റിക്ക് ഒരു അക്കൗണ്ട്, ദെൻ റെന്റിന് ഒരു അക്കൗണ്ട്, അങ്ങനെ ഓരോന്നിനും ഓരോ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ. അതിന് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു, ക്ലാസിഫൈങ് എന്ന് പറഞ്ഞു. ഇനി ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ചുരുക്കുക. ചുരുക്കിയിട്ട് ഒരൊറ്റ ചെറിയൊരു റിപ്പോർട്ടാക്കി മാറ്റുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സമ്മറൈസിങ് എന്ന് പറയാം. അതായത് ഈ ക്ലാസിഫൈ ചെയ്യുന്ന നമ്മൾ ലെഡ്ജർ ആക്കുമ്പോൾ ഒരു ലോഡ് ബുക്കിലായിരിക്കും നമ്മൾ ചെയ്യുക. അതായത് ഒരു 10ഓ 20ഓ അല്ലെങ്കിൽ 30ഓ പേജിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ലെഡ്ജർ ഉണ്ടാക്കുന്നത് നമ്മളൊരു 10-20 പേജിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമ്മളോട് മാനേജർ വന്നിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ബുക്ക് ഫുള്ള് നമ്മൾ അവർക്ക് വായിച്ചു നോക്കാൻ ടൈം ഉണ്ടാവുമോ? അവരത് എടുത്ത് വലിച്ചെറിയില്ലേ. അതായത് ഇത് നോക്കാനൊന്നും ടൈമില്ല എന്ന് പറഞ്ഞിട്ട് അവരെടുത്ത് വലിച്ചെറിയും. അപ്പോൾ ഈ ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനൊക്കെ ഒന്ന് ചുരുക്കിയിട്ട് ഒരൊറ്റ പേജിലുള്ള റിപ്പോർട്ടാക്കുക. അതായത് ക്ലാസിഫൈ ചെയ്ത ആ ഒരു അക്കൗണ്ട്സിനെ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് അക്കൗണ്ട്സിനെ നമ്മൾ എന്ത് ചെയ്യും, സമ്മറൈസ് ചെയ്തിട്ട് ഒരൊറ്റ ചെറിയൊരു റിപ്പോർട്ടാക്കിയിട്ട് മാറ്റും. അതിനെ നമ്മൾ സമ്മറൈസിങ് എന്ന് പറയാം. മീൻസ് അതിനെ നമ്മൾ ഈ ക്ലാസിഫൈയിങ്ങിന് ലെഡ്ജർ എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ റെക്കോർഡിങ്ങിന് ജേർണൽ എന്ന് പറഞ്ഞ പോലെ സമ്മറൈസിങ്ങിനെ നമ്മൾ പറയുന്നതാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അത് ഒരു പേജൊക്കെ വരുള്ളൂ. ആ ഒരു പേജ് നമ്മളെ ഡയറക്ടർക്ക്, നമ്മളെ മാനേജർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും ഈ ഒരു മാസം എത്ര സെയിൽ ഉണ്ടായി, അല്ലെങ്കിൽ എത്ര പർച്ചേസ് ഉണ്ടായി, എത്ര എക്സ്പെൻസ് ഉണ്ടായി, നമ്മുടെ കയ്യിൽ എത്ര അസറ്റ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. ഈ എക്സ്പെൻസ് അസറ്റൊക്കെ എന്താണെന്നുള്ളത് നമ്മളൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ പറയും കേട്ടോ. ആരും അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയും. അപ്പോൾ ഇങ്ങനെ സമ്മറൈസ് ചെയ്യും ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ആദ്യം നടന്ന കാര്യം ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇപ്പോൾ ഒരു സാധനം വിറ്റു, ദെൻ അതിനുശേഷം ഒരു എക്സ്പെൻസ് വന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു ഇലക്ട്രിസിറ്റി എക്സ്പെൻസ് കൂടെ വന്നു. ഇങ്ങനെ വരുമ്പോൾ അത് ആ ഓർഡറിൽ തന്നെ ചെയ്യണം. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് മാനറിൽ നമ്മളത് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഓർഡറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഈസ് ആൻ റെക്കോർഡിങ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി നമ്മൾ മോണിറ്ററി ടൈമിലുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. അപ്പോൾ റെക്കോർഡിംഗ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു അല്ലേ, ആ പ്രിപ്പയർ ചെയ്ത ട്രയൽ ബാലൻസിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് അനലൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താ അനലൈസ് എന്ന് പറയുന്നത്?
അപ്പോൾ ഇതിൽ എത്ര പേർക്ക് അറിയാം? അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി നോക്കുക, നിങ്ങൾക്ക് എത്ര പേർക്ക് അനലൈസ് ചെയ്യാൻ അറിയും എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ പല ആളുകളും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണെന്ന്, അക്കൗണ്ടന്റ്മാർക്ക് സാലറി വളരെ കുറവാണ്, 6000 ഉള്ളൂ സാലറി, 8000 ഉള്ളൂ, 10000 ഉള്ളൂ നമ്മുടെ നാട്ടിലെ, അല്ലെങ്കിൽ 20000 ഉള്ളൂ സാലറി എന്നൊക്കെ പറയും. എന്തുകൊണ്ടാണ് അതിൽ കൂടുതൽ സാലറി കിട്ടാത്തതിൻ്റെ റീസൺ എന്താ? ഇനിയിപ്പോൾ പുറത്ത് പോകുന്ന ഒരാൾ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ചില ആളുകൾക്ക് 40000 അല്ലെങ്കിൽ 30000, 35000, 50000 കിട്ടുന്ന ആളുകളുള്ളൂ. അതേ സ്ഥാനത്ത് ചില അക്കൗണ്ടന്റ്മാർക്ക് 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം ഒക്കെ കിട്ടുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ സാലറി കുറവ് വരാനുള്ള കാര്യം എന്താ? അതായത് ഈ പറയുന്ന ആളുകളൊക്കെ പഠിച്ചതൊക്കെ ഒരേ കാര്യം തന്നെയാണ് അല്ലേ? ഈ പറയുന്ന 6000 വാങ്ങുന്ന ആളും 1 ലക്ഷം വാങ്ങുന്ന, നമ്മുടെ നാട്ടിൽ 1 ലക്ഷം വാങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ സ്കില്ലോ ഡിഫറെൻ്റാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നമ്മുടെ നാട്ടിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ബാഗിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് കരുതാം, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. നമ്മൾ ആ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് നമ്മളെ പണി എന്താ? അക്കൗണ്ടന്റ് എന്നുള്ള പോസ്റ്റിലായിരിക്കും അവർ നമ്മളെ വിളിക്കുന്നുണ്ടാവും അല്ലേ? അക്കൗണ്ടന്റിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ആളെ നമ്മൾ വിളിക്കും. പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ഒരിക്കലും ഒരു അക്കൗണ്ടന്റ് ചെയ്യുന്ന പണിയാവില്ല, ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ചെയ്യുന്ന പണിയായിരിക്കും ചെയ്യുക. നിങ്ങൾ പോയിട്ട് പരിചയമുള്ള ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അതായത് അവിടെ നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽസിൽ സാധനം വാങ്ങുമ്പോൾ അത് ബില്ലടിച്ച് കൊടുക്കുക, ഇതാവും പണി അല്ലേ? ഇത് ബില്ലടിച്ച് കൊടുക്കുക, ഒരു സാധനം പാക്ക് ചെയ്ത് അവർക്ക് കൊടുക്കുക, ദെൻ സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൗണ്ട് നമ്മളെടുത്ത് എഴുതി വെക്കുക. ഈ കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇതൊരു അക്കൗണ്ടന്റിൻ്റെ പണിയല്ല, ഇത് ജസ്റ്റ് ഒരു ഡാറ്റ എൻട്രി ലെവലുള്ള വർക്കാണ്. അതാണ് എല്ലാവരും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നമ്മളൊരു ജോബിന് കയറുമ്പോൾ അവിടെ നമുക്കതിനുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള അതിനനുസരിച്ചുള്ള വർക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒരു അക്കൗണ്ടന്റിന്റെ വർക്ക് തന്നെയാണോ നമുക്ക് അവിടെ വരുന്നത് എന്നുള്ളത് നോക്കണം. ചില പോസ്റ്റുകളൊക്കെ വിളിക്കുമ്പോൾ അവരോട് അവിടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിക്കുമ്പോൾ ബില്ലടിക്കാനുണ്ടാവും എന്ന് പറയും. അതുപോലെ തന്നെ ചിലപ്പോൾ ലോഡ് വന്നാൽ അത് എഴുതേണ്ടി വരും എന്ന് പറയും, ചിലപ്പോൾ ലോഡ് അറക്കേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊന്നും ശരിക്കും ഒരു അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി അല്ല, ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഡ്യൂട്ടിയാണെന്ത്, അല്ലെങ്കിൽ ഒരു ബില്ലിംഗ് ചെയ്യുന്ന ഒരാളുടെ ഡ്യൂട്ടിയാണെന്ത്, ബില്ല് അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അതുപോലെ ഒരു റെസിപ്റ്റ് റെക്കോർഡ് ചെയ്യുക, ഒരു പേയ്മെന്റ് റെക്കോർഡ് ചെയ്യുക, ഒരു പർച്ചേസ്, ഒരു സെയിൽസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒരു ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ വർക്കാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ 6000, 8000, 10000 ഒക്കെ കിട്ടുക. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് പഠിക്കുന്ന ഒരാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന പോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് എന്ന് ഇരുന്നാൽ മതിയോ? പോരാ അല്ലേ? നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കില്ല് കാര്യങ്ങളൊക്കെ വേണം. ഈ സ്കില്ലുള്ള ആളുകൾക്കാണ് ഈ പറയുന്ന 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം ഒക്കെ സാലറി കിട്ടുന്നത്. അതായത് അവർക്ക് അഡീഷണൽ സ്കിൽ ഉണ്ടാവും, നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് അഡീഷണൽ സ്കിൽ ഉണ്ടാവും. അവരും അക്കൗണ്ടിങ് കോഴ്സ് തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, നമ്മളും അക്കൗണ്ടിങ് കോഴ്സ് തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ അവർക്ക് എന്തുണ്ടാവും? അഡീഷണൽ സ്കിൽ ഉണ്ടാവും. സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ടുള്ള ആൾക്ക് വേണ്ട സ്കിൽ എന്ന് പറയുന്നത് ഒന്ന് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്താണ് അക്കൗണ്ടിങ്, അവരുടെ ഡ്യൂട്ടി എന്താണെന്നുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ അക്കൗണ്ടിങ് റൂളിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് ഒരു സ്കില്ല്. ഫസ്റ്റ് ഒരു അക്കൗണ്ടന്റിന് വേണ്ട സ്കില്ല് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ആൾക്ക് വേണ്ട സ്കില്ല് അവിടെയുള്ള ടാക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമങ്ങളെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ GST കുറിച്ച് അറിയണം അല്ലേ? GST കുറിച്ച് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ UAE അല്ലെങ്കിൽ സൗദിയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള വാറ്റ് എന്ന് പറയുന്ന ആ ഒരു ടാക്സ് സിസ്റ്റത്തിനെ കുറിച്ച് അറിയണം. അതുപോലെ നമ്മൾ ഇപ്പോൾ വാറ്റ് അല്ലാണ്ട് കോർപ്പറേറ്റ് ടാക്സ്, UAE ഉള്ള ഒരു ടാക്സ് സിസ്റ്റമാണ് കോർപ്പറേറ്റ് ടാക്സ്, അതിനെക്കുറിച്ച് അറിയണം. ഇപ്പോൾ സൗദിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സക്കാത്ത്, ഓക്കെ, സക്കാത്ത് ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അറിയണം. ഓക്കെ, അതുപോലെ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ GST കുറിച്ച് അറിയണം, ഇൻകം ടാക്സിനെ കുറിച്ച് അറിയണം, അതുപോലെ TDS, TCS ഇതിനെക്കുറിച്ചൊക്കെ അറിയണം. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആസ് ആൻ അക്കൗണ്ടന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് നല്ലൊരു പാക്കേജോ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലോട്ടൊക്കെ എത്താൻ പറ്റുള്ളൂ. ഈ GST അറിയാത്ത അല്ലെങ്കിൽ വാറ്റ് അറിയാത്ത, ടാക്സിനെ കുറിച്ച് നോളേജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും ഈ ഒരു 6000, 8000 വാങ്ങിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ഇതിൽ കൂടുതൽ നമുക്ക് ഒരിക്കലും സാലറി കിട്ടൂല. നമുക്ക് ആകെ അറിയാം ഈ ഒരു ഡാറ്റ എൻട്രി വർക്ക് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്ത നല്ലൊരു പൊസിഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റാത്തത്. അപ്പോൾ ടാക്സ് ലോനെ കുറിച്ച് അറിയണം, അതുപോലെ അക്കൗണ്ടിങ്ങിന്റെ ബേസ് നല്ല രീതിയിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് അറിയേണ്ട കാര്യമാണ് ബില്ല് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഡോക്യുമെന്റ് പ്രിപ്പറേഷൻ ചെയ്യാനുള്ള നോളേജ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. ബില്ലുകളൊക്കെ ഉണ്ടാക്കാൻ അറിയില്ലേ? പർച്ചേസ്, സെയിൽ ബില്ലുകളൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള നോളേജ് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബില്ല് അടിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി.
അതുപോലെ തന്നെ നമുക്ക് നിർബന്ധമായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന നല്ലൊരു പാക്കേജിൽ നമുക്കൊരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ട കാര്യമാണെന്ത്? അനാലിസിസ്. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടിനെ അനലൈസ് ചെയ്യാൻ നമുക്കറിയണം. അതുപോലെ ബാലൻസ് ഷീറ്റ് റീഡിങ്ങിന് നമുക്കറിയണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റീഡിങ് നമുക്കറിയണം. ഇതിൽ എത്ര പേർക്ക് അറിയാം ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ റീഡിങ്ങും അതുപോലെ ബാലൻസ് ഷീറ്റിന്റെ റീഡിങ്ങും ഒക്കെ? പല ആളുകൾക്കും അറിയില്ല അല്ലേ? അതുപോലെ തന്നെ റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്ന കാര്യം തന്നെ ആർക്കും അറിയില്ല. റേഷ്യോ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും റിപ്പോർട്ടിനെ അനലൈസ് ചെയ്യാൻ എത്ര പേർക്ക് അറിയാം? നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക, എത്ര പേർക്ക് അറിയാമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതറിയാത്ത ആളുകളാണ് മിക്ക ആളുകളും. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന 6000, 8000, 10000 തന്നെ കിട്ടുള്ളൂ? ഓക്കെ. അപ്പോൾ ഒരു അക്കൗണ്ടന്റിന്റെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. ആൾക്ക് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നല്ല നോളജ് വേണം. GST ആണെങ്കിൽ അത്, അല്ലെങ്കിൽ UIVAT ആണെങ്കിൽ അത്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ്, അതുപോലെ TDS, TCS, ഇൻകം ടാക്സ്, ഇതേപോലെയുള്ള ലോകളെ കുറിച്ച് അറിയണം. അതുപോലെ തന്നെ ബില്ലുകൾ പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവ് വേണം. അതുപോലെ അനലിറ്റിക്കൽ സ്കില്ലും നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മളൊരു പ്രോപ്പർ അല്ലെങ്കിൽ ഒരു നല്ല അടിപൊളി അക്കൗണ്ടന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. സോ അതാണ് നമ്മൾ അടുത്തതായിട്ട് പറഞ്ഞത്. റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ദെൻ അനാലിസിസ്. അനലറ്റിക്കൽ സ്കില്ല് നമുക്ക് വേണം. ആ ഒരു സ്കില്ല് ഇപ്പോൾ നമ്മൾ +2 ഡിഗ്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ഇതുവരെയുള്ള കാര്യം മാത്രമേ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അനലറ്റിക്കൽ സ്കില്ല് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു പാക്കേജിലൊക്കെ ജോബ് കിട്ടുന്നത്. ഓക്കെ. സോ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷനാണ്. നമ്മളിപ്പോൾ അനലൈസ് ചെയ്തു, റിപ്പോർട്ട് കിട്ടി. ഓക്കെ. ഇപ്പോൾ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ബിസിനസ്സിൽ ഇത്ര ലാഭം, ഇത്ര സെയിൽ നടന്നു, ഇത്ര ലാഭം എന്ന് പറയുമ്പോൾ നമുക്ക് ആ സെയിൽസിനനുസരിച്ചുള്ള ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിനെ നമ്മൾ അനലൈസിങ് എന്ന് പറയാം. അപ്പോൾ ഈ അനലൈസ് ചെയ്ത് നമ്മളിതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ സെയിൽ കുറഞ്ഞത്? എന്തുകൊണ്ടാണ് നമ്മുടെ പ്രോഫിറ്റ് കുറഞ്ഞത്? ഇതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കി വെക്കണം. അതാണ് അടുത്ത അക്കൗണ്ടിങ്ങിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഇത്രയും കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇന്റർപ്രിറ്റ് ചെയ്ത് എന്താണോ നമ്മുടെ റിസൾട്ട്, ആ റിസൾട്ട് നമ്മുടെ യൂസേഴ്സിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഹൈപ്പർ മാർക്കറ്റ് ആണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ആ ഹൈപ്പർ മാർക്കറ്റിൽ നടത്തുന്ന സെയില്, റെസിപ്റ്റ്, പേയ്മെന്റ്, എക്സ്പെൻസ്, ഇൻകം എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്യും. അത് നമ്മൾ അനലൈസ് ചെയ്ത് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു. ഇത് വെറുതെ പ്രിപ്പയർ ചെയ്താൽ വെച്ചാൽ മതിയോ? പോരാ അല്ലേ? നമ്മളത് എന്ത് ചെയ്യണം? നമ്മുടെ മാനേജേഴ്സിന്, അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സിന്, അല്ലെങ്കിൽ നമ്മുടെ ഓണേഴ്സിന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ നമ്മളെ ബാങ്കിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നമ്മുടെ എംപ്ലോയീസിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മളെ മാനേജ്മെൻറ്റിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ഇത്രയാണ് ലാഭം, എത്രയാണ് എക്സ്പെൻസ്, എത്രയാണ് ഇൻകം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഓണേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓണേഴ്സിനോട് പറയണം, അല്ലെങ്കിൽ നമ്മുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. എന്ത്? ഇത്രയാണ് നമ്മുടെ ലാഭം, ഇത്രയാണ് നമ്മുടെ എക്സ്പെൻസ്, ഇത്രയാണ് നമ്മുടെ ഇൻകം എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്തിനാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് അറിയേണ്ട ആളുകൾ ആരാ? നമ്മുടെ ഓണേഴ്സാണ് അല്ലേ? ഇനി അങ്ങോട്ട് മുന്നോട്ട് ഇനി പോയിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ വരുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡീറ്റെയിൽസ് നമ്മുടെ ഓണേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. സോ ഇത്രയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, അത് ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ദെൻ അനലൈസ് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക, ദെൻ ലാസ്റ്റ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇത്രയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞതാണ്. ഇനി ഇത് ഈ പറയുന്ന റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും സമ്മറൈസിങ്ങും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ അത് പറയുമ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഈ അനലറ്റിക്കൽ സ്കില്ല് അല്ലെങ്കിൽ അനാലിസിലൂടെ ഒക്കെ വരുമ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് പഠിക്കും അല്ലേ? അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിലാണ് നമ്മൾ ഈ പറയുന്ന അനലറ്റിക്കൽ സ്കില്ല് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഒരു ബേസ് എന്നുള്ള രീതിയിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ.